പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കോളേജിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യാ ദിവസം അമ്മു ആഹാരം പോലും കഴിച്ചിരുന്നില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിന് തെളിവായി ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കുറവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അമ്മു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് മണിക്കൂറുകളോളം ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ വിചാരണ ചെയ്തുവെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇത് സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ ജലാംശം കുറവാണെന്ന കണ്ടെത്തൽ. 50 മില്ലി മാത്രമായിരുന്നു ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകളെല്ലാം വീഴ്ചയിലുണ്ടായ പരിക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ മരണകാരണമായത് തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ്. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ഇടുപ്പെല്ല് തകർന്നതായും വാരിയെല്ലുകൾ പൊട്ടിയതായും റിപ്പോർട്ടിലുണ്ട്. വലത് ശ്വാസകോശത്തിന്റെ താഴെയായി ചതവുള്ളതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നവംബർ 15-നാണ് കോളേജ് ഹോസ്റ്റലിന്റെ 3-ാം നിലയിൽ നിന്നും താഴെ ചാടി അമ്മു സജീവ് ജീവനൊടുക്കിയത്. ഇതിന് പിന്നാലെ കോളേജ് മാനേജ്മെന്റിനെതിരെയും സഹപാഠികൾക്കെതിരെയും ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തി. കേസിൽ അമ്മുവിന്റെ സഹപാഠികളായ 3 വിദ്യാർത്ഥികളാണ് നിലവിൽ പ്രതികൾ. അമ്മു സജീവ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് കോളേജിലെ കൗൺസിലിംഗ് അധ്യാപകന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം വിചാരണ ചെയ്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അധ്യാപകനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം അന്വേഷണ ഉദ്യോഗസ്ഥന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.